Hi Jakes, welcome to Film Company South. Thank you, my pleasure. So let me start with one question. When somebody who recognizes you comes to you, when they tell you that they know which song or they love which song, do you feel most happiest? It's probably Ranam title track. Why? That's because ആ പാട്ടിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. And when people come to me saying that അതിന് ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസും കമൻസും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, സിൻസ് യു ആസ്ക് മീ ഐ എം സേയിങ്, പക്ഷേ ചെയ്ത ഏതൊരു പാട്ടും നല്ലതെന്ന് അപ്രിഷ്യേറ്റ് ചെയ്ത് പറയുമ്പോൾ അതിനകത്തൊരു സന്തോഷമുണ്ട്. What about background scores? Like, don't you feel that now there's a generation of people who know like every background score, who are avid fans of background scoring? Even you were talking about Hans Zimmer. Like, there's so many people who know all the greats, right? So what about that culture coming up in Malayalam cinema? I mean, of course, when we grew up, there were about 10 or 15 tracks all of us knew, but then now it seems like everybody knows every theme from movies. How do you kind of look at that? General awareness, cinema technical awareness ആൾക്കാരിലോട്ട് കൂടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. And I think with the exposure to world cinema, OTT platforms, people are listening to everything. അപ്പം ആ ഒരു രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് ഒരു സിനിമയിൽ മാറ്റി നിൽക്കാൻ പറ്റാത്തൊരു ഘടകമാണ്. ആൻഡ് ഇന്ന് അതിൻ്റെ നുവാൻസസും അതിൻ്റെ സ്റ്റൈലും അതിൻ്റെ ഫിനസ് എല്ലാവർക്കും അറിയാം. സോ യു കാൺ ചീറ്റ് എനി വൺ. ഫൂൾ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പീപ്പിൾ ആ വെൽ അവെയർ. നമ്മൾ ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയിലോട്ട് ആർക്കും ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. കാരണം അതിൻ്റെ ഒരു നോട്ട് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിറ്റ്നസ് വന്നിരിക്കുക എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് എ വെരി വെൽക്കമിങ് കാര്യം. കാരണം സിനിമയുടെ ആക്ടിങ് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ആക്ടേഴ്സിനെ മാത്രമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പം എല്ലാ മേഖലകളിലും എല്ലാ ടെക്നീഷ്യൻസിനെയും ഭയങ്കരമായിട്ട് കീനായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു സിനിമയുടെ വിജയത്തിൽ എത്രത്തോളം മ്യൂസിക്കും അതിൻ്റെ ക്യാമറ വർക്കും അതിൻ്റെ എഡിറ്റും അതിൻ്റെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ അവെയറാണ്. സോ ഇറ്റ്സ് എ വെൽക്കമിങ് തിങ് ആൻഡ് ഇറ്റ് ഓൺലി ഇൻക്രീസസ് ദ ബാർ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ടെക്നീഷ്യൻസ് എനിക്ക് തോന്നുന്നു. ഈ തീം കമ്പോസ് ചെയ്യണ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. ബട്ട് ഏർലിയർ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, ആദ്യം ഡയറക്ടർ ഒരു കമ്പോസറിൻ്റെ കൂടെ ഇരിക്കും, ഒരു 6-7 സോങ്സ് ഉണ്ടാക്കും. ആ സോങ്സ് ദേ വിൽ ഗോ മേക്ക് ഇറ്റ് ആസ് സോങ്സ് ഫസ്റ്റ് ആൻഡ് ദെൻ ആ സോങ്സ് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടായിരിക്കും തീമായിട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടൊക്കെ റീ റെക്കോർഡിങ് ചെയ്യുമ്പോൾ വരണേ. ഇപ്പം അതിൻ്റെ സിസ്റ്റം എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പം ടെക്നിക്കലി അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ തീംസ് നേരത്തെ ഉണ്ടാക്കിയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ ചെയ്യാൻ നേരത്തെ ഒരു യൂണിഫോമിറ്റി കിട്ടും. സോ അതെന്നും ലൈക്ക് ഒരു നല്ല സോളിഡ് സ്ക്രീൻ പ്ലേ ഇല്ലാതെ സിനിമ ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു 2-3 സെറ്റ് ഓഫ് തീംസ് ഇല്ലാതെ നമുക്ക് സ്കോറിലോട്ട് അപ്രോച്ച് ചെയ്യാൻ പാടായിരിക്കും. അത് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഒരു കോർ DNA എന്ന് പറയുന്ന ഒരു തീമായിരിക്കും. ആ തീമിൽ നിന്നായിരിക്കും ബാക്കി സിനിമയുടെ ഓക്സിലറീസ് ഉണ്ടാകുന്നത്. സോ 100% പാട്ടുകളും തീംസും ആദ്യം ചെയ്ത് തന്നെയാണ് പിന്നീടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലോട്ട് പോകുന്നത്. നമ്മളൊരു സോങ്ങിനെ പറ്റി പറയുമ്പോണ്ടല്ലോ, ജനറലി വെൻ ഡയറക്ടർ പിച്ചസ് എ സിറ്റുവേഷൻ ടു യു, ആ സിറ്റുവേഷൻ എങ്ങനെ പോയി കഴിഞ്ഞാലും ഈവൺ ഇഫ് ഇറ്റ്സ് എ മൊണ്ടാഷ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സ്മോൾ പീരിയഡ് ഓഫ് ടൈം, റൈറ്റ്? ഒരു ഇയാൾ നടന്നു പോകുമ്പോൾ ഒരു പെണ്ണിനെ കാണുന്നു, ആ പെണ്ണിനെ കാണുമ്പോൾ ഇറ്റ്സ് എ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സോങ്, ദാറ്റ്സ് എ സിറ്റുവേഷൻ. അതുപോലെ തന്നെ സംബഡി ഡൈസ്, ആ സമയത്തെ സങ്കടം, ഓർ എ ബ്രേക്കപ്പ്, ഇറ്റ്സ് അബൌട്ട് 5 minutes, റൈറ്റ്? But when you talk about a theme, it's about not just the 2.5 hour length of that entire film, but the mood of the film, the look of the film, the setting, and the mindset of the protagonist at least, right? ഇതെല്ലാം കൂടെ how do you kind of compress into one theme? ഇങ്ങനെയൊക്കെ പറയാനുള്ള ഇത്രയൊന്നും ഞാൻ ചിന്തിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മൂഡ് കിട്ടും. നമുക്ക് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് കിട്ടും. അപ്പോൾ ഒരു ബേസിക് തീം ഉണ്ടാവും. അപ്പം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി ആണെങ്കിൽ ഒരു കില്ലർ ഉണ്ടാവും. അപ്പോൾ കില്ലറിന് ഒരു തീം എടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ പ്രൈമറി കാര്യം കഴിഞ്ഞു. പിന്നെ ഇൻവെസ്റ്റിഗേഷന് ഒരു തീം ഉണ്ടാവും. അപ്പോൾ അത് ഇപ്പം ജനറലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് വന്ന സിനിമകളിൽ നിന്ന് മാറി എങ്ങനെ ചിന്തിക്കാം, ഹൗ ക്യാൻ യു അപ്രോച്ച് ദാറ്റ്, വെരി ഒരു ഇൻസ്ട്രുമെൻ്റൽ ഐഡിയ ആയിരിക്കും. അവിടെ മ്യൂസിക്കാലിറ്റിയാണ് വരുന്നത് കുറച്ചും കൂടെ. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നതിലും വൺസ് യു സ്റ്റാർട്ട് പ്ലേയിങ് സംതിങ് ഇറ്റ് ബിക്കംസ് ലിറ്റിൽ മോർ ഈസിയർ. ഇങ്ങനെ ചിന്തിച്ചു കൂടുമ്പോൾ അയ്യോ അത് ഭയങ്കര പിന്നെ നമ്മൾ മേ ബി ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളായിരിക്കും നമുക്കൊരു തീമിലോട്ട് എത്താൻ പറ്റും. മേ ബി ഇറ്റ് മൈ ടേക്ക് മോർ ടൈം, കുറച്ചും കൂടെ ഒരുപാട് സമയം എടുത്താലും ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത. ബട്ട് ഇപ്പോൾ ആ സിനിമ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് ഡിമാൻഡ് ചെയ്യുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മ്യൂസീഷ്യൻ്റെ മ്യൂസിക്കാലിറ്റിയാണ് പിന്നീട് അതിനകത്തോട്ട് വരുന്നത്. ആ മ്യൂസീഷ്യൻ്റെ എക്സ്പോഷറാണ്, ആ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഇതെല്ലാം കൂടെയാണ് പിന്നെ അതിനെ ഡ്രൈവ് ചെയ്യുന്ന കുറേ കോമ്പണൻസ്. അല്ല, അപ്പോൾ ഒരു ഡയറക്ടർ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ
especially when it's like very unusual, like Ranam's situations and all are not very easy to think. You can't go to like so many instruments because first of all the film is set in the US, right? അപ്പോൾ ഒരു US-ൽ സെറ്റ് ചെയ്തൊരു ഫിലിം, the situations are so different. Director കഥ പറയുമ്പോൾ തന്നെ are you thinking in tunes or are you thinking in how to come up with a tune? ഇല്ല, ഐ എം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓവറോൾ ഐഡിയ ആയിരിക്കും. ഓക്കെ, ഐ വോണ്ട് അപ്രോച്ച് ഇറ്റ് ഒരു റെട്രോ ഒരു സിന്ത് വേവ് എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഇറ്റ്സ് എ ഡ്രൈവ് ബിലിറ്റി ഉള്ള സിനിമ. ഇറ്റ് ഹാസ് ടു ഹാവ് എ മൂവിങ്, ഇറ്റ് ഹാസ് ടു ഹാവ് എ റെട്രോ ഫാഷൻ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ എന്ത് ജോണറാണ് അതിന് ഏറ്റവും കൂടുതൽ 80s റെട്രോ മ്യൂസിക് ആയിരിക്കും. അതിനെ എങ്ങനെ മലയാളീകരിക്കാം പിന്നെ അടുത്ത്. അത് ഞാൻ പറയാം, അഗൈൻ ഇറ്റ് കംസ് ബാക്ക് ടു ആ ഒരു കമ്പോസറുടെ മ്യൂസിക്കാലിറ്റിയാണ് അവിടെ പിന്നീട് വരുന്നത്. പിന്നെ എത്ര എക്സ്പെരിമെൻ്റൽ ആയാലും ഇറ്റ് കംസ് ഡൗൺ ടു അത് എടുക്കുന്ന ടൈമും പിന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കാലിറ്റിയും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടാണ് ആ പ്രോഡക്റ്റിലോട്ട് വരുന്നത്. പിന്നെ ഡയറക്ടറുടെ ഇൻപുട്സ് ആണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ. ലൈക്ക് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗ്രാഫ് തരുന്ന ഡയറക്ടറാണ്. പിന്നെ വി ഹാവ് ടു ഡൈവ് ഇൻ ആൻഡ് ഫൈൻഡ് ദാറ്റ് വോയിസ്. ഇഫ് യു കാൺ ഫൈൻഡ് ദാറ്റ് വോയിസ് അതൊരു യുണീക്ക് ആവില്ല. ഇഫ് യു ക്യാൻ ഫൈൻഡ് സംതിങ് unique in that subject, അത് കുറച്ചും കൂടെ കാലം നിൽക്കും. But generally when you make songs compared to like tunes, when you make songs, are you somebody who has a bank of songs, like അങ്ങനെ not specifically tailor made songs that you I do have. കാരണം I think some of those situations love song ആണെന്ന് it's probably generic. ഏത് പാട്ടും ഒരു love I always have a question. Like you've been a composer for so many years. എത്ര സിനിമ കഴിഞ്ഞാലും ആ ഡയറക്ടർ വന്ന് ചോദിക്കാൻ പോണ ലവ് സോങ് തന്നെ. Where do you draw from? ഞാൻ എനിക്ക് അത്രയും ലവ് ബാലൻസ് ചെയ്തിട്ടില്ല. ഞാൻ കൂടുതൽ സീരിയസ് അല്ലെങ്കിൽ ഒരു ത്രില്ലർ സ്വഭാവങ്ങൾ ഞാൻ കൂടുതൽ ചെയ്തിരിക്കുന്നു. പക്ഷെ എന്നാലും ഞാൻ ചില സമയങ്ങളിൽ വളരെ നമ്മൾ ചുമ്മാ നമ്മുടെ പേഴ്സണൽ ടൈമിൽ ഉണ്ടാകുന്ന സോങ്സ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അത് ഒരു ഡയറക്ടർക്ക് സിറ്റുവേഷനിൽ ഏറ്റു കേൾക്കുമ്പോൾ ചിലപ്പം ഹീ ലൈക്ക് ഇറ്റ്. അങ്ങനെ 100% അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ ആ പ്രഷറിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ലത് വരും. അല്ലാതെയും some good things can come out of personal that. joy അല്ലേ? പത്രോസിന്റെ പടപ്പൊളി ഇറങ്ങാൻ പറ്റുന്ന സിനിമയിൽ തീയാണെന്ന് പറഞ്ഞൊരു സോങ് had composed it long time back and it had gone to multiple projects. പക്ഷേ അവസാനം it landed in this project. കാരണം that's a song that I very close to me. അപ്പം ഞാനത് ആദ്യം തന്നെ ഇവർക്ക് ഇത് കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നു. Then I worked around the tune just ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തെന്നുള്ളതാണ്. അതല്ലാതെയും കേട്ടോ നമ്മുടെ സിറ്റുവേഷൻ കിട്ടിയിട്ടും ചെയ്യുന്ന പാട്ടുകളുണ്ട്. But I always prefer to have a bank of songs with me. അത് നല്ലതാണെന്ന് തോന്നുന്നു. And because you must have earlier put a lot of heart and soul into that song. Yeah. You have a background that's both Carnatic and Western, right? Of course, all this is there in your knowledge bank. പക്ഷേ ഒരു സോങ് കമ്പോസ് ചെയ്യുമ്പോൾ like is it a mix of both that gives a new song, or do you feel you have to kind of go into the Carnatic side of you for one particular song or the Western for one particular? എൻ്റെ കർണാട്ടിക് എക്സ്പോഷർ എന്ന് വെച്ചാൽ ഞാനൊരു 8 വർഷം ലൈക്ക് ഗ്രോയിങ് അപ്പ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ കച്ചേരികളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ബട്ട് യുനോ ആ ഒരു ഏർലിയ കുറേ കീർത്തനങ്ങളും വർണ്ണങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതിൻ്റെ ഒരു ഗുണം ഐ ഫീൽ ഇപ്പോൾ ഒരു സോങ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇപ്പം നമുക്കൊരു രാഗത്തിൽ ബേസ് ചെയ്തായിരിക്കണം. ഐ മീൻ വാട്ട് ഐ കം ടു റിയലൈസ് നൗ ഇസ് ലൈക്ക് എനി ഇമോഷൻ ഇഫ് യു ഡാഷ് കണക്ട് നമ്മുടെ ഓഡിയൻസ് അതിനകത്തൊരു ചെറിയ എലമെന്റ്സ് വേണം. രാഗം ആസ് ഇൻ സെലക്ഷൻ ഓഫ് നോട്ട്സ് ഇൻ എ സ്കെയിൽ. തോടിക്കൊരു സ്വഭാവമുണ്ട് ടെക്നിക്കൽ. ബട്ട് കാപ്പി എന്ന് പറഞ്ഞ രാഗത്തിന് വളരെ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഗങ്ങളൊന്നാണ് കാപ്പി. ലൈക്ക് ലോട്ട് ഓഫ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് കരിമീഴിക്കുരുവി ഓർ ഫോർ എക്സാമ്പിൾ അനുരാഗ വിലോചനായി. ഓൾ ദോസ് ഹാവ് സിമിലർ വൈബ്. അപ്പം കാപ്പിക്ക് ഈ മേജർ മൈനർ ഈ ഹാപ്പി സാഡ് ഫീലിംഗ് ഉണ്ട് ആ രാഗത്തിന്. അതുപോലെ തന്നെ കല്യാണി ഹാസ് എ ഡിഫറെൻറ്റ് കാരണം രീതി ഗൗള ഹാസ് എ വെരി റൊമാൻറ്റിക് വൈബ് ടു ഇറ്റ്. അപ്പം ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ നേരത്താണെങ്കിലും നമ്മൾ ഈ സെലക്ഷൻ ഓഫ് നോട്ട്സ് ആ ഇമോഷൻസിൻ്റെ കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് അതിനെ ക്ലീഷ അല്ലാത്ത രീതി പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ കണക്ഷൻ ഉണ്ടാകുന്നത്. അതൊരു ലോങ് ടൈം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. സോ അതിന് സിൻസ് ഐ ഹാവ് ഹാഡ് ദിസ് കുറച്ച് നാളത്തെ പഠിത്തമുള്ള കാരണം നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബീങ് ഇൻ എ ബോർഡിംഗ് സ്കൂൾ ആൻഡ് യുനോ ദ സ്ക്വയർ ആൻഡ് പുറത്ത് പോയി പഠിച്ചതിൻ്റെ ഒക്കെ കാരണം കൊണ്ട് എൻ്റെ തിങ്കിങ് കുറച്ച് ഇറ്റ് ഹാസ് എ വെസ്റ്റേൺ സെൻസിബിലിറ്റി. സോ ഇവിടുത്തെ ഒരു സ്കോറിന് ഇപ്പോൾ ഇതാണ് റിക്വയർഡ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഫോർ എ ലോങ് ടൈം ഇറ്റ്സ് ഗോയിൻ ടു ബി ലൈക്ക് ദാറ്റ് ബിക്കോസ് പീപ്പിൾ ഇറ്റ് കനോട്ട് ബി ടോട്ടലി വെസ്റ്റേൺ ലൈക്ക് ഒരു മെലോഡിക് സോൾ ഇല്ലാതെ ടോട്ടലി ഒരു ഈ കോഡ്സ് ഹാർമണി ബേസ് അങ്ങനെ മാത്രമല്ലാതെ ഈ ഒരു സോളും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ്
അപ്പം ഇന്ന് വേണ്ട ഒരു കമ്പോസറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. ഐ മീൻ നോട്ട് ഓൺലി മീ, ഓൾ ഓഫ് ദ ഗൈസ് ഹു ആർ ലീഡിങ് നൗ has that sensibility, I think. You mentioned like being a part of a choir, right? Yeah. അപ്പോൾ അത്രയും ഒരു യങ് ഏജ് തന്നെ eventually it's a practical use of your musical knowledge, right? അല്ലാണ്ട് നമുക്ക് you love songs, നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യാൻ അറിയാമെന്നുള്ള, and it's not for competitions. എല്ലാ വീക്കും I think almost every other day you have to still play, right? Yeah. When you are in a choir. Yeah. Do you think that somewhere has taught you something about not just performing songs but kind of managing crowds, managing expectations, which is what re-recording is, right? Third person perspective ഒരു സാധനമുണ്ട്. I think that is very important for a composer. Like you have to, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറേ ഉണ്ടാവും. Like today I might be listening to something that I personally like. പക്ഷെ ഞാൻ ഈ അപ്പോൾ എന്താ പറയുക, ഈ തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ you should at least visualize that some of your friends, relatives are sitting there and you're composing this tune and you're presenting to them. What are their reaction എന്നുള്ളൊരു തിങ്കിങ് ഉണ്ടെങ്കിലുണ്ടല്ലോ, I think ആ കണക്ഷൻ പെട്ടെന്ന് കിട്ടാൻ പറ്റും. Sometimes when I think that it's going too technical, I just think, and what if my so and so listen to it? He's probably going to say, what the hell is this? മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു കൊയറിലൊക്കെ ഉള്ളപ്പോൾ ആ ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന സോങ്സ് ആയാലും നമ്മൾ പാടുന്ന പാട്ടുകളായാലും ആൾക്കാർക്ക് അതിപ്പോൾ ഈ കോണ്ടെക്സ്റ്റിലോട്ട് അതിനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ ആ കൊയറിലൊക്കെ പാടുന്നതുകൊണ്ട് ഒരു മ്യൂസിക്കൽ ഇൻട്രസ്റ്റ് കുറച്ചുകൂടെ വന്നു. ദാറ്റ് ഫീലിംഗ് ഇസ് ദെയർ എവറി ഡേ വെൻ യു ഗോ ടു സൺഡേ കൊയർ സർവീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആ നേർച്ചറിങ് ഹാസ് ഹെൽപ്ഡ് എ ലോട്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇൻട്രസ്റ്റ് വരാൻ, പാട്ടിലോട്ടുള്ള മ്യൂസിക്കിലോട്ടുള്ള ഇൻട്രസ്റ്റ് വരാൻ അതാണ്. ബട്ട് ഇവൻച്വലി ഇതിപ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാലും everybody who does the background scoring, they talk about how you're the last guys to get the movie. ബാക്കി എല്ലാം കഴിഞ്ഞു, ബാക്കി എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയവും ബഡ്ജറ്റും എല്ലാം കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് സിനിമ കിട്ടുന്നത് ഇറ്റ്സ് പ്രോബബ്ലി now I hear it's a lot better, but generally it's 20 days before the release of the film, 15 days before the release of the film. ആ സമയത്ത് when you get a movie, what do you kind of do with it? Like of course you will have the songs from അങ്ങനെ 20-15 ഡേയ്സിലൊന്നും ചെയ്യാൻ പറ്റില്ല. But it happens. I mean, I've done the, അതിപ്പോൾ നമ്മൾ പ്രഷറിൽ you will do it. പക്ഷേ ഡൂവബിൾ ആണ്. പക്ഷെ നമുക്ക് അത്ര ഒരു പ്രഷർ കുക്കർ മോഡിൽ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ആഗണി യു ഗോ ത്രൂ ദോസ് 14 days അത് ഭയങ്കര പറഞ്ഞിരിക്കും. ബിക്കോസ് they have had enough time to shoot the film. അപ്പോൾ ഈ റിലീസ് ഡേറ്റ് മുമ്പിൽ വെച്ചിട്ടാണ് ഇവർക്ക് റിലീസ് ഡേറ്റ്സ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ക്രാം ചെയ്ത് കൊണ്ടുവരുന്നത്. സം ഡയറക്ടേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് നിങ്ങൾ തീരുമ്പോഴാണ് ഞങ്ങൾ അങ്ങനെ, അത് ലത്താർജിക് ആവാനല്ല. ഐഡിയലി ആ ഒരു അങ്ങനത്തെ ഒരു നേച്ചർ ഉണ്ടെങ്കിലുണ്ടല്ലോ. ബിക്കോസ് ഐ തിങ്ക് ഗുഡ് മൂവീസ് ഏത് സമയത്ത് ഇറക്കിയാലും വർക്ക് ആവുമെന്ന് വിശ്വസിക്കുന്നതാണ്. ഇറ്റ്സ് നോട്ട് ബൗണ്ട് ടു എ പർട്ടിക്കുലർ ടൈം. ഇന്ന സീസൺ അത് സെന്റിമെന്റൽ ഉണ്ടെങ്കിലും ഐ തിങ്ക് ഇഫ് ദ മൂവി വർക്ക്സ് ഇറ്റ് വിൽ ഹാവ് ക്രൗഡ് പുള്ളിങ്. അപ്പോൾ എത്രയോ എക്സാമ്പിൾസ് ഉണ്ടാവും. സോ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ദാറ്റ് ഒരു 10 ദിവസം 15 ദിവസമൊക്കെ മുമ്പ് തരുന്നത് അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു കാര്യം ഞാൻ ഇതുവരെ മലത്തിട്ടില്ല. ഐ സംഹൗ ട്രൈ ടു ഫിനിഷ് ആൻഡ് ഗിവ്. അത് ആ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുന്നവരെ ആ സമയത്ത് പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ചെയ്യും. പക്ഷെ ഞാനിപ്പം എൻ്റെ ഡയറക്ടേഴ്സിനോടൊക്കെ പറയാറുണ്ട് ഐ നീഡ് ടൈം, സമയമില്ലാതെ. പ്രഷർ ഭയങ്കര പാടാണ് എടുക്കാൻ. പ്രഷർ എടുത്ത് വർക്ക് ചെയ്യുമ്പോഴേ എല്ലാവരെയും അത് ബാധിക്കും. കൂടെ വർക്ക് ചെയ്യുന്ന എന്നെയും എൻ്റെ അസിസ്റ്റൻസിനെയും പിന്നെ ഡയറക്ടറുമായിട്ടുള്ള ഒരു ടെൻഷൻ, ഭയങ്കര തിൻ ലൈനാണ് അത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യും, പക്ഷെ അവർക്ക് ഡേറ്റ് പ്രഷർ ഉണ്ടാകും, പ്രൊഡ്യൂസറിൻ്റെ പ്രഷർ ഉണ്ടാകും, മൊത്തത്തിലൊരു ടോക്സിക് അറ്റ്മോസ്ഫിയർ. അപ്പം പണ്ട് അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു വർക്കിംഗ് സ്റ്റൈൽ അല്ല ഇപ്പോൾ. അങ്ങനെ എലാബറേറ്റ് ആയിട്ട് കുറച്ചും കൂടെ സമയം എടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വാട്ട് ഡു ഐ സേ, ഞാനത് പറയും ഐ നീഡ് എ മന്ത്, മിനിമം എ മന്ത് ഇസ് എ ഗുഡ് ടൈം. മന്ത് ആൻഡ് എ ഹാഫ് ഇസ് പ്രോബ്ലി ഈവൻ ബെറ്റർ. കാരണം ഈ ഇറ്ററേഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴേ യു ടേക്ക് വട്ട് യു കോൾ, ഒരു റീൽ കണ്ടു, ഡയറക്ടറെ കാണിച്ചു, ആൻഡ് ദെൻ യു ഗോ ടു ദ നെക്സ്റ്റ് റീൽ ഓഫ് ഫിനിഷ് യുവർ ഫസ്റ്റ് ഹാഫ് ആൻഡ് ദെൻ ഷോ ഇറ്റ് ടു ഹിം. അദ്ദേഹത്തിൻ്റെ സജഷൻസ് എടുത്ത് പിന്നെ റീവർക്ക് ചെയ്യുക, പിന്നെ അത് ലൈവ് എടുക്കുക, ലൈക്ക് യു മിക്സ് ദ ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ ഗോ ആൻഡ് സിറ്റ് ഇൻ ദ മിക്സ് ഫോർ സം ടൈം, സീ ഹൗ ഇറ്റ്സ് ഓൾ കമ്മിങ് ടുഗദർ. യു വിൽ എൻജോയ് ദാറ്റ് പ്രോസസ് നോ. ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇതൊക്കെ ഒരു ഐഡിയൽ വേൾഡിൽ ഓൾവേസ് ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ. കാരണം ഇറ്റ്സ് എ ബിസിനസ്. ഇതിന് എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ പോലും ദെയർസ് എ ലോട്ട് ഓഫ് മണി ഇൻവോൾവ്. അപ്പം ഇതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് കണ്ടെത്താൻ പറ്റണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്രിയേറ്റീവ്ലി സ്പീക്കിംഗ്, ഒരു
song compose ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു theme compose ചെയ്യുമ്പോൾ when do you get that writer's block equivalent of music, like you're sitting down but you're just not able to crack a tune? ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അങ്ങനെ എനിക്ക് ഒരിക്കലും വരാറില്ല. Why is that? I mean, you see a scene somehow എന്തെങ്കിലും I'll be able to connect to it. അതെനിക്ക് അങ്ങനത്തെ ഒരു, പിന്നെ is that the best you can possibly do for a film? I don't know. എനിക്ക് ആ സമയത്ത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് വരും. സോങ്സിൻ്റെ കാര്യത്തിൽ യു ഹാവ് ടു ആ ഒരു ചിലപ്പോൾ ആ കാര്യങ്ങളൊക്കെ വരും. കാരണം ഒരു യുണീക്ക് കാര്യം ഈസി ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റും, ബട്ട് സംഭവം ഒരു പുതിയതായ ഒരു ഐഡിയ വന്ന് ഡെവലപ്പ് ചെയ്ത് അതിനൊരു ഫിനിഷ് ആക്കാൻ വേണ്ടി ഐ ട്രൈ ടു ഇങ്ങനെ പുഷ് ചെയ്യും. കാരണം നല്ലപോലെ ഇൻസ്പയർ ചെയ്യുന്നൊരു ഡയറക്ടർ ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ യു ഓൾവേസ് അറ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകും. അപ്പം എനിക്ക് തോന്നുന്നു കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ബ്ലോക്ക് കുറവായിരിക്കും. ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, ഐ തിങ്ക്. പക്ഷെ അങ്ങനെ ബ്ലോക്ക് വരുമ്പം വാട്ട് ഐ ഡു ഇസ് ഐ ട്രൈ ടു ലിസൺ ടു സോങ്സ് ഐ ലൈക്ക് ഓർ വാച്ച്, ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ഫ്രം തിങ്സ് ആൻഡ് ദെൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നെ ഇൻസ്പയർ ചെയ്യും. Maybe I'll ask them to do some scenes and work on top of that. അങ്ങനെ, because I always have a good set of musicians around me. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. You have to have a solid team. എനിക്ക് തോന്നുന്നു. You have to inspire each other, Can you work on multiple songs at once, or do you only focus on one song when you're... ഇല്ല, ഞാനിപ്പോൾ എൻ്റെ സ്കെഡ്യൂൾ എന്ന് വെച്ചാൽ മോർണിംഗ് 9 to 11 I try to sit on creative work. Like it's mostly background scores ഉണ്ടെങ്കിൽ അത് sketch ചെയ്യും. Like what has to, because I have to send it out to people. And then evening sometime I go out of the studio and sit and work on a song. Because ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും, lot of people in the studio. So I try to go sit outside, go to my flat, or ഒരു ഗിറ്റാറിസ്റ്റിന് അദ്ദേഹത്തിൻ്റെ സ്പേസിൽ പോയി ഞാൻ എന്തെങ്കിലും അങ്ങനെ ഇപ്പം ജനറലി വർക്ക് ചെയ്യുന്നു. So even when you have like one song going on, ഈ സോങ്ങിൽ like if you're stuck on a song, for instance like a tune ഒക്കെ കിട്ടി, but if you're stuck on a song, is it easy to kind of switch between songs? Can you leave the song here and then go back? ഇപ്പം അങ്ങനെ ചെയ്താൽ പറ്റൂ, because you have multiple projects now. You can't expect to finish one song fully and go. And ഇപ്പം I'm doing that right now. Playing instruments is one thing, right? But at what point did you kind of realize that okay, you want to become a composer? Like it's not about emulating something, it's about recreating something by yourself. How would you describe that journey? Like ആ ജേർണി എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂൾ ടൈമിലാണ് അത് വന്നത്. I was part of a lot of plays, and ഞങ്ങളുടെ തന്നെ സ്വന്തമായ പ്ലേസും പിന്നെ അതല്ലാതെ ഷേക്സ്പിയറിയൻ പ്ലേസ് എല്ലാം we were very active in school. ആ സമയത്ത് ഈ പ്ലേസിന് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വായിക്കുകയും അത് അറേഞ്ച് ചെയ്യുന്ന എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. ലൈക്ക് ഐ ഹാഡ് ടു കട്ട് ആൻഡ് പേസ്റ്റ് തിങ്സ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്, ഓർ മേ ബി ഹാവ് മൈ മ്യൂസിക് ഡയറക്ടർ. ഇപ്പം ഒരു സ്വന്തമായിട്ടുള്ള പ്ലേ സ്കൂളിൽ ചെയ്യുമ്പോൾ വി യൂസ് ടു സേ, അന്നത്തെ കാലത്ത് അശോക് ആൻഡ് ഓൾ ബിഗ് ആൻഡ് ബ്രേവ് ഹാർട്ട് ആൻഡ് ഓൾ ദാറ്റ്. സോ ഐ യൂസ് ടു അസംബിൾ മ്യൂസിക് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് ജസ്റ്റ് പുട്ട് ഇറ്റ് ഓൺ ദ, അത് റിയൽ ടൈമിൽ കളിക്കും, ബട്ട് വി യൂസ് ടു പെർഫോം ദെൻ ഓൺ ദ സ്റ്റേജ്. ഓർ ഇഫ് ഇറ്റ്സ് ഫോർ എ അല്ലാത്ത പ്ലേസിന് വി യൂസ് ടു ജസ്റ്റ് സ്മോൾ സോങ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ കോറസ് താഴെ വെച്ചിട്ട് പാടിക്കുമായിരുന്നു. So I used to get a kick out of doing that, and people used to come and tell me it was very good. That's how it started. ഇത് ഇങ്ങനൊരു കാര്യം തുടങ്ങിയത് അതുകൊണ്ടാണ്. അപ്പോൾ എന്ത് പ്ലേസ് ഉണ്ടെങ്കിലും ഐ യൂസ് ടു ബി, അന്ന് ഈ ടേപ്പ് റെക്കോർഡേഴ്സും എയ്ഡാറ്റ് പ്ലേസ് ഒക്കെയാണ്. So I used to record all the things in in our small system in school and get it all recorded, and ഇത് റിയൽ ടൈമിൽ കളിക്കുമ്പോൾ ഞങ്ങൾ സിങ്കിൽ അത് പെർഫോം ചെയ്യണം. സോ ഞങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ട്, അവിടെ എവല്യൂഷൻ എന്ന് പറഞ്ഞ് മാൻ്റെ എവല്യൂഷൻ പോലത്തെ ഒരു ഡ്രാമ സ്കൂളിൽ ചെയ്തിരുന്നു. ഇത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു, എസ്പെഷ്യലി പാരൻസ് ഡേക്ക് അത് പ്ലേ ചെയ്തത്. അപ്പം ഐ റിമെമ്പർ ഗോയിങ് ഡൗൺ ടു സേലം, ഐ സ്റ്റഡി നിയർ കാർഡ്, ഗോയിങ് ഡൗൺ ടു സേലം ആൻഡ് ഗോയിങ് ടു സ്റ്റുഡിയോ, ഹയറിംഗ് എ ലോട്ട് ഓഫ് മ്യൂസീഷ്യൻസ്, റെക്കോർഡിംഗ് ദെയർ ആൻഡ് ദെൻ ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക്. അത് ആ ടൈമിൽ തന്നെ എനിക്ക് അറിയാതെ തന്നെ വളരെ ഈസി ആയിട്ട് നടന്നു. ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ഐ റിയലി ലവ് ഡൂയിങ് ദിസ്, ഇറ്റ്സ് ഗിവിങ് മീ an identity. And school I was only known for music and things like that. So that translated into college, translated into post-college. Angane everywhere I was involved in this. And the scores are all original. Even when you're watching a play that like actors in your school are performing, the scores are all your own scores. Yeah, Evolution it was all original. But we used to mix and match also. Sometimes Braveheart ഒക്കെ അശോകയുടെ scores ആയിരുന്നു. Anomalies. Yeah, Anomalies. See, ultimately it's about, the difference it adds to a picture when music comes in, that is massive. അത് അവിടെ എനിക്ക് ഒരു റിയലൈസേഷൻ കിട്ടി. നമ്മൾ ചുമ്മാ രണ്ടുപേരും പെർഫോം ചെയ്യുന്നതും ചുമ്മാ ഒരു മ്യൂസിക് ഇട്ടിട്ട് ഒരാൾ നടന്നു വന്നാൽ തന്നെ ദിസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്.
ഒരു മാസ് മ്യൂസിക് ഇട്ടിട്ട് ഈവൻ ഇറ്റ് ഫാമിലി ഫംഗ്ഷൻസ് when you ask your uncle to just walk, it will be nothing. But you give him like a KGF or something, ആൾക്കാർ കൈയടിക്കും. That's the difference of music, the power it adds. And imagine if you have a well shot scene and you are rightly giving the right score എന്ന് പറയുമ്പോൾ ഭയങ്കര പവറാണ്. ആൻഡ് പീപ്പിൾ ആർ റിയലൈസിങ് ദാറ്റ് നൗ. പ്രൊഡ്യൂസേഴ്സ് എസ്പെഷ്യലി ഒരു മ്യൂസിക്കിനെ എത്രത്തോളം സിനിമയുടെ ബിസിനസ്സിനെ മാറ്റാൻ പറ്റും എന്നുള്ളത് ഇപ്പം everybody understands that, I think. And this is literally that, like what you're doing right now is literally that what you were doing back in school, right? Like using the power of music to like make a play come alive. So what is the feedback like at that time? Like who's listening to the other kids and the teachers understanding? അവർക്കൊക്കെ ഇത് അതിശയമായിരുന്നു. പക്ഷെ നമുക്ക് ഇത് ചെറിയ like it was mostly editing job. See ആ എവല്യൂഷൻ പ്ലേ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നീട് we had ഒരു ഇന്റർസ്റ്റേറ്റ് കൾച്ചറൽ കോമ്പറ്റീഷൻ ആൻഡ് ഓൾ ദാറ്റ്. ആൻഡ് അവിടെയൊക്കെയാണ് ഐ ഗോട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഒരു റെസ്പോൺസിബിലിറ്റിയും ഒരു ട്രസ്റ്റും വന്നു. യുനോ ഫ്രം ദെൻ ഐ ഡിസൈഡഡ് ദിസ് ഇസ് സംതിങ് ഐ വോണ്ട് ടു ഡു. ഐ ഡോണ്ട് നോ വേർ ഇറ്റ് വിൽ ടേക്ക് മീ. പക്ഷേ ഐ ഫീൽ അറ്റ് ഹോം, ലൈക്ക് ഇറ്റ്സ് മീ. അത്ര കംഫർട്ടബിൾ ആണ്. യുനോ there's nothing I'm forcing myself to do there. ആ പോയിന്റിലാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ മ്യൂസിക് ഒരു പ്രൊഫഷനായിട്ട് എടുക്കണം, അല്ല എനിത്തിങ് ടു ഡു വിത്ത് മ്യൂസിക് ക്രിയേറ്റീവ്ലി ഒരു പ്രൊഫഷനായിട്ട് തുടങ്ങണമെന്ന് കരുതിയത് അവിടെയാണ്. Do you remember tunes and scores that you composed? Lot of those tunes, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ മൺസൂൺ മാംഗോസിലെ റോസി എന്ന് പറഞ്ഞ സ്കോർ ഞാൻ സ്കൂളിൽ കമ്പോസ് ചെയ്ത ട്യൂണാണ്. അന്ന് ഒരുപാട് അങ്ങനെ ട്യൂൺസ് ഒക്കെ വരുമായിരുന്നു, ഇങ്ങനെ ഹം ചെയ്യുമായിരുന്നു. സംഭവം ദാറ്റ് ഇൻസ്റ്റന്റേനിയസ് ട്യൂൺ കോമ്പോസിങ് എനിക്ക് കുറച്ച് നേരത്തെ വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പം ഞാനത് കളക്ട് ചെയ്തിട്ട് കുറേ പാട്ടുകളൊക്കെ ഉണ്ടാക്കിയത്. ദാറ്റ്സ് എന്താ പറയുക, ഒരു എല്ലാ കമ്പോസേഴ്സിനും അങ്ങനെ ഒരു ഇൻഹെറന്റ് ക്വാളിറ്റി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. What about the opposite situation? You told me that now because you're working so fast it doesn't happen a lot, but ഒരു cinema is playing on your screen, you know, and you have a deadline to score that and give it. And when you're watching that movie, it's not at all inspiring you. Has that happened? Yeah, that's very rarely. പക്ഷെ അങ്ങനെ ഹാപ്പൻ ചെയ്ത സിനിമകൾ ഞാൻ ഒന്ന് രണ്ടെണ്ണം വിട്ടിട്ടുണ്ട്. Abandoned it. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പം ഐ മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് ദാറ്റ് മൂവി ഓർ ദ സ്ക്രിപ്റ്റ് ഹാസ് ടു റിയലി വർക്ക്. എനിക്ക് അറ്റ്ലീസ്റ്റ് യുനോ അതല്ലെങ്കിൽ the moment you start the work you'll understand it's a forced process. And more than me, നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അത് ഭയങ്കര അൺഇൻസ്പയറിംഗ് ആണ്. സോ ഐ വോണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് അറ്റ്ലീസ്റ്റ് അതെങ്കിലും സ്ട്രീം ലൈൻ ചെയ്യണം. മേ ബി പാർട്ട് ഓഫ് മൂവീസ് ദാറ്റ് റിയലി വർക്ക്സ് ഫോർ യു ആൻഡ് യു തിങ്ക് മ്യൂസിക് ക്യാൻ കോൺട്രിബ്യൂട്ട് എന്നുള്ളൊരു കാര്യം. ഞാനത് അന്നൊക്കെ ബെഗേഴ്സ് ക്യാൻ ബി ചൂസേഴ്സ് ആണല്ലോ. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ടേ ഉള്ളൂ. ഞാൻ എല്ലാ പടവും എടുത്ത് ചെയ്യുമായിരുന്നു. വന്നിരുന്നതെല്ലാം ഐ യൂസ് ടു ടേക്ക് ആൻഡ് ഡു. പക്ഷേ ഇപ്പം കുറച്ചും കൂടെ ഒരു കണക്ഷൻ കിട്ടണം. ആ സിനിമ എന്തെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ആൾക്കാർക്ക് അത് ചർച്ച ചെയ്യപ്പെടണം, അത് നമുക്കിഷ്ടപ്പെടണം. യുനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഐ ഫീൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് ഐ ഷുഡ് ലൈക്ക് ഇറ്റ്. ഐ ഷുഡ് ലൈക്ക് ദ പ്രോസസ് ഓഫ് വർക്കിംഗ് ഇൻ ഇറ്റ്. ഈവൻ ദെൻ ഇഫ് ഓഡിയൻസ് വർക്ക് ആയിട്ടില്ലെങ്കിൽ ഇഫ് ഐ എം ഹാപ്പി വിത്ത് ഇറ്റ് ഐ എം ഓക്കെ. അങ്ങനെങ്കിലും വേണം. അതല്ലാതെ അയ്യോ പടം വർക്കായില്ല ഞാൻ എന്തൊക്കെയോ ചെയ്യാൻ നോക്കുകയാണെന്നുള്ള രീതിയിൽ ഐ ഡോണ്ട് തിങ്ക് എനിബഡി ഷുഡ് അപ്രോച്ച് മൂവീസ് ദാറ്റ് വേ. But when you have a movie like that, you know, when you sit down to score it, ആ സമയത്ത് of course maybe you didn't get that tune or you know you're not inspired by it. പക്ഷേ when the director is behind you and saying ഇത് നമുക്ക് കുറച്ചും കൂടെ ലിഫ്റ്റ് ചെയ്യണം, I think in Tamil and all that, that's a term that they use. ഈ സീൻ ഒന്ന് ലിഫ്റ്റ് ചെയ്യാവോ, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര സൈലൻസ് ആണ്, ഇത് എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാവോ, ഐ നോ ദാറ്റ് ദിസ് സീൻ ഇസ് എ ലിറ്റിൽ ഫ്ലാറ്റ്. അങ്ങനെ ഡയറക്ടേഴ്സ് ഒന്ന് പറയുമ്പോൾ വാട്ട് യു ഡു? ഇല്ല, അത് നമ്മളെ രീതിയിൽ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് കൊഞ്ചം വേണം എന്ന് പറയുമ്പോഴാണ് അത് ഭയങ്കര ഒരു അവസ്ഥയാണ്. So happens in it happens. Yeah, I'm used to it. Especially in Telugu when I go there. Suppose നമ്മുടെ സെൻസിബിലിറ്റീസിൻ്റെ ആട്ടോ, അവരുടെ ഒരു മാസ് ഇമേജറി ആൻഡ് ദാറ്റ് ദേ ഹാവ് ഫോർ മ്യൂസിക് ആൻഡ് ഓൾ ഇസ് പ്യൂർലി കമേഴ്ഷ്യൽ. ഇറ്റ് ഹാസ് ടു ലൈക്ക് സീൻ എന്തുണ്ടോ അതിൻ്റെ അത്ര തന്നെ അതിന് മുകളിലുള്ള എനർജി ഓരോ സീനിലും വേണമെന്നുള്ളത്. സോ ഇറ്റ്സ് എ ഗുഡ് ലേണിംഗ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ തോന്നും അത്ര അതിൽ ആവശ്യമില്ലോ എന്ന് തോന്നും, യുനോ. But then it's a way of exploring. How do you എങ്ങനെയാണ് ആ സീനിനെ വേറെ എന്ത് രീതിയിലാണ് അതിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുക, എങ്ങനെ തിക്കാക്കാൻ പറ്റുക, ഈ ട്രാൻസിഷൻസിലെ മ്യൂസിക് എങ്ങനെ, ഇതെല്ലാം ഒരു ലേണിംഗ് ആണെന്ന് ഞാൻ പറയുള്ളൂ. You can apply it in different places. But what do you do? Eventually it's a scene. You'll have to sit and എന്താ പറയുക, ഇപ്പം ഒരു നമ്മൾ പിടിച്ച ഒരു മൂഡ് ഒന്നായിരിക്കും, ചിലപ്പോൾ വേറൊരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യും.
ചിലപ്പം ഓപ്പൺ ടോൺസ് ഒക്കെ വെച്ചിട്ടായിരിക്കും പഠിച്ചത്, അല്ലെങ്കിൽ കുറച്ച് സിന്തി ആക്കി നോക്കും, ചിലപ്പം ബ്രാസ് ആഡ് ചെയ്യും, കുറച്ചും കൂടെ തിക്ക് ഡ്രംസ് ആഡ് ചെയ്യണം, റിതമിക് ആക്കണം. അത് കുറെ there's a lot of options to do it. We are trying to just satisfy at that point. ഞാൻ ഓൾറെഡി ഓക്കെ ആയിരിക്കും. At that point it's about just satisfying the director. What does he want? And without compromising my sensibilities, എങ്ങനെ അത് ഡെലിവർ ചെയ്യാം, അത് മാത്രമേ നോക്കുള്ളൂ. It's a difficult thing, right? Because songs can satisfy you, but when you're asked to make something very massy, it needn't really appeal to you, but you still have to kind of drum it up, no? അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ തീംസിന്റെ കാര്യം പറഞ്ഞത്, ഒരു തീം ആൾക്കാർക്ക് ആദ്യം വർക്ക് ആയി, പിന്നെ അതിനെ എന്ത് രീതിയിൽ പ്രസന്റ് ചെയ്താലും വർക്ക് ആവും. തീംസ് ഇല്ലാതെ സ്കോർ ചെയ്യാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. യുനോ ലൈക്ക് ആ സമയത്ത് ഡയറക്ടർ റാൻഡമായിട്ട് ആദ്യം വന്നത്, അദ്ദേഹത്തിന്റെ മൂഡ് എന്താണെന്ന് അറിയത്തില്ല, അയച്ചു തരാൻ പറയും, ചില ഫോണിലായിരിക്കും കേൾക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രോസസ്സാണ്. പക്ഷെ അതിനെ ലെയർ ചെയ്യുക, അത് മൾട്ടിപ്പിളായിട്ട് വർക്ക് ചെയ്യാൻ ഓബിയസ്ലി ഓപ്ഷൻസ് ചോദിക്കും, നമ്മളത് ചെയ്യേണ്ട നമ്മുടെ ഡ്യൂട്ടിയാണ്. യു ഹാവ് ടു ട്രൈ ഡിഫറെൻറ്റ് വേസ്. അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയി പോയാൽ പണിയാവും. You have to try and do different options. When you look back at a theme or a song, which was the most difficult process, like in terms of making a song, like very painful, and when do you kind of know that a song is over? Karanam idu oru kada pole ennallalo, like you can keep working on it, you can work on it for song is never over. അത് ഡെഡ്ലൈനെ പുറത്ത് വരികയും അങ്ങനെ ആയിരിക്കും. ഓൾവേസ് tweaking till the last minute. Everybody knows that. ലാസ്റ്റ് മിനിറ്റ് എനിക്ക് പാട്ട് ഔട്ട് കൊടുക്കാൻ പറ്റും. Even then you're not happy. Most of the time okay, അവിടെ കുറച്ച് ഇത് you have to call it. ഞാനിപ്പോൾ I've learned to do that. ഒരു one version ഒരു കാര്യം ഓക്കെ ആണ്, just call it, അല്ലെങ്കിൽ you will keep, for eternity you can keep working on a song, tweaking things, and it's important to put it out എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു. What about like preserving that instinct, right? Because you would have had all kinds of experiences by now. You would have had a song that you really believed in that didn't work. You would have had the experience of a song that you didn't think will work at all, but that went on to become a viral sensation. Appa, when you have all kinds of experiences that are not really linked to what you feel about a song, then how do you kind of judge? അതാണ് ആ ജഡ്ജ്മെന്റിൽ എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. എറർ ആസ് ഇൻ ലൈക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ പോവില്ല, വിചാരിക്കാത്ത കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കയറി കൊടുത്തും. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് അബൌട്ട് ജസ്റ്റ് ബിലീവിങ് ഇൻ യുവർ ഇൻസ്റ്റിങ്ക്ട് ആൻഡ് മേ ബി കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. ലൈക്ക് എന്താണ് ഇന്നത്തെ പ്രസൻറ്റ് സിനാരിയോയിൽ വർക്ക് ആവുന്ന കാര്യങ്ങൾ റീഅസസ് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ സിനിമയുടെ ഹൈപ്പും ആ ഡയറക്ടറും നമ്മുടെ പുറകെ തരുന്ന ഇൻസ്പിറേഷനൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ്. ഒരു പാട്ട് റീച്ച് ആവാൻ ഐ ബിലീവ് ഇൻ ദാറ്റ്. പിന്നെ ഓൾ യു കൻ ഡു ഇസ് ഗിവ് യുവർ ബെസ്റ്റ്. പിന്നെ the rest let the song take care of itself. Another thing is, നമ്മൾ ഇപ്പോൾ when films are going straight to OTT, നമ്മളത് most of the time you only talk about the visual side. It's a big screen film. It's the theatriൽ കാണേണ്ട സിനിമ. പക്ഷേ what gets lost in translation is of course the sound side, but also the music side, right? Because most of the time you are composing those songs for a theater experience. But when a movie goes directly to OTT and when you've composed it for a theater, how do you kind of feel about that? See, I believe it depends on the content. ഇപ്പോൾ ചില കോണ്ടന്റുകൾ സ്മോൾ സ്ക്രീൻ എക്സ്പീരിയൻസിന് മതിയാവും. But always when you're making a big, massy, high-octane entertainers, it's very saddening. അത് ഒരിക്കലും ഒരു സ്ക്രീനിൽ വെച്ച് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. 95% ഓഫ് ആൾക്കാരും ഹെഡ്ഫോൺസ് പോലും ഇല്ലാതായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ തീവിടെ സ്പീക്കറിലായിരിക്കും കാണുന്നത്. ഐ കൻ ഗ്യാരണ്ടി യു അതേ സിനിമ അവർ ഹോം തിയേറ്ററിലോ അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ടാൽ അതിൻ്റെ ഡിഫറൻസ് ഭയങ്കരമായിരിക്കും. വി ക്യാൻ കോട്ട് ലോട്ട് ഓഫ് സിനിമാസ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് അത് തിയേറ്ററിൽ അല്ലാതെ ഇറങ്ങിയിരുന്നെങ്കിൽ. കാരണം തിയേറ്ററിൽ പോകുന്ന എക്സ്പീരിയൻസും ആ യൂഫോറിയ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. അങ്ങനത്തെ സിനിമകൾ OTTയിൽ വരുമ്പോഴാണ് ഏറ്റവും സങ്കടം. വേറെ ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് ഡ്രാമ വളരെ സോഫ്റ്റായിട്ട് ട്രീറ്റ് ചെയ്തൊരു സിനിമ, ideally I believe every movie should be seen the theater. But ഇനിയിപ്പോൾ നമുക്ക് അത് പറ്റി ആർഗ്യൂ ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് they already have the OTT reality in front of us. പക്ഷേ ഒരു ബിഗ് ബഡ്ജറ്റ്, ഒരു ഹൈ ഭയങ്കര ഹെവി സ്കോർസ് ഒക്കെ ഉള്ളൊരു സിനിമ, വാട്ട്സ് ദ പോയിന്റ് ഇൻ റിലീസിങ് ഇറ്റ് ഇൻ OTT? അറ്റ്ലീസ്റ്റ് ഇറ്റ് ഷുഡ് ഹാവ് 2 weeks റൺ ഇൻ തിയേറ്റർ. ഐ ബിലീവ് അതായിരിക്കണം. ഇനി അങ്ങനെ വരുള്ളൂ സിനിമകളാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾക്ക് ഇനി ഓഡിയൻസ് തിയേറ്ററിൽ പോവുള്ളൂ. സ്മോൾ മൂവീസ്, എക്സ്ട്രോണറി ടോക്സ് ഉള്ള സിനിമകൾ വിജയിക്കുമായിരിക്കും. ബട്ട് അതർ ദാൻ ദാറ്റ് ഐ ബിലീവ് ലൈക്ക് ബിഗ് മൂവീസ്, huge movies, big entertainers will be in theaters, the rest will go to OTT എന്നാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. What about the pressure of this virality? അതിപ്പോൾ ഒരു പണ്ട് നമ്മൾ 90s നമുക്ക് ഐ തിങ്ക് ഇൻ ദ ബാക്ക് ഓഫ് ഫിലിം ഫെയർ ആൻഡ് ഓൾ ദാറ്റ് they'll tell you how many cassettes were sold. I mean രംഗീലയുടെ cassettes 5 lakhs 7 lakhs അങ്ങനത്തെയൊക്കെ there were numbers. പക്ഷെ now I think it's a lot of
YouTube views and all that. Does that put any kind of pressure on you? It does pressure on everybody, all the composers. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കൂടെ ഒരു നല്ല ഡയറക്ടറും നമ്മുടെ സൈഡിലൊരു നല്ല ഒരു സിനിമയും ആൻഡ് നമ്മുടെ ട്രൂ ആയിട്ട് നമ്മൾ അതിന് ജസ്റ്റ് ഒരു ക്രിയേറ്റർക്ക് അറിയാമല്ലോ എത്രത്തോളം ട്രൂത്ത് അതിനകത്തുണ്ടെന്ന്. അങ്ങനത്തെ ഒരു ജെന്വിൻ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അത് റീച്ച് ആയാലും കുഴപ്പമില്ല. ബട്ട് നമുക്ക് കരുതാണ് തിരക്കിൻ്റെ ഭാഗത്ത് കുറച്ച് എന്തൊക്കെയോ ചെയ്തു പോയി ആൻഡ് ഇറ്റ് വർക്ക്ഔട്ട് ആവാതിരിക്കുമ്പോൾ ഇറ്റ്സ് യുവർ ഓൺ ഫോൾട്ട്, യുനോ. But other than that, I feel like you have to hit the numbers. Ultimately, that hits are important for a longevity case. Does it affect your stardom as a composer? I don't believe in that. എൻ്റെ കരിയർ നോക്കുമ്പം റോക്ക് ബോട്ടം വന്ന് യുനോ ആൻഡ് ദെൻ സ്ലോലി ഞാൻ തന്നെ അറിഞ്ഞില്ല ക്ലൈംബ് ചെയ്യുന്നതൊന്നും. സോ അപ്പം ഐ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്രഷർ ടു ഒരു സ്റ്റാർ ഇമേജ് വേണം ഒരു കമ്പോസർക്ക് എന്നുള്ളതൊന്നും ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു പ്രഷർ ഉള്ളപ്പോഴാണ് നമുക്ക് ഈ ടെൻഷനൊക്കെ വരുന്നത്. ഐ ബിലീവ് ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോണ്ടന്റ് നമ്മുടെ അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റിയിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അതിനെ ലിഫ്റ്റ് ചെയ്യുക, ദെൻ ഫൊർഗെറ്റ് അബൌട്ട് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ യു ഷുഡ് ഹാവ് ഇറ്റ് ദ ബാക്ക് ഓഫ് യുവർ മൈൻഡ് വാട്ട് കോണ്ടന്റ് വിൽ റീച്ച് എന്നുള്ളത്. ഇന്നത്തെ റീൽസ് യുഗത്തിൽ എന്ത് റീച്ച് ചെയ്യുന്നുള്ളത് യു ഷുഡ് നോ. കാരണം 10 സെക്കൻഡേ ഉള്ള ആൾക്കാർക്ക് പേഷ്യൻസ്, യുനോ. ദാറ്റ് ഈസ് എ കോമൺ റിസർച്ച് ദാറ്റ് യു ഹാവ് ടു ടേക്ക്. Other than that, you do your best and then forget about it എന്ന് ഞാൻ പറയുള്ളൂ. And then if there is some truth in your work, 100% will come back to you. There's always enough work around. But you've had that success, right? Even in reels, you're seeing success. The Ayappanam score and all that. Yeah, Ayappan, Kalki or Ishq and all that. That's what I said. Some things work, some things don't work. So it's about relearning and then reinventing yourself and implementing it. Ultimately you should know, നമുക്കൊരു കമ്പോസർക്ക് ഒരു ക്രിയേറ്റർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, എന്നെക്കൊണ്ട് പറ്റും, ഞാനിത് ചെയ്യും, യുനോ. ഇന്ന് ഇത് ഓക്കെ വർക്കൗട്ട് ആയില്ലെങ്കിൽ അടുത്തതിൽ ചെയ്യും. ഇത് വർക്കൗട്ട് ആയോ, പിന്നെ ഇനി മാറ്റി എങ്ങനെ പിടിക്കാം. ഐ ഹാവ് എ ലോട്ട് ഓഫ് ഭയങ്കര ക്രിട്ടിക്കുള്ള ആൾക്കാർ എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ എന്ത് വർക്ക് അവർക്ക് ഓപ്പണായിട്ട് എൻ്റെ അസിസ്റ്റൻസിനും ക്രിട്ടിക് ചെയ്യാനുള്ള അവകാശമുണ്ട്. എൻ്റെ പാരൻസിനുണ്ട്, എൻ്റെ വൈഫിനുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനുണ്ട്. അവർക്കൊക്കെ the works that they like of yours, is it very very different? Yeah, it's very different. Like what's your wife's favorite song of yours? അതിൽ പ്രോബ്ലി ഈ അന്വേഷണത്തിലെ ഇളം പൂവേ എന്ന് പറഞ്ഞ ഫാദർ സോങ്. ഇറ്റ് ഡിഡ്ന്റ് റീച്ച് മച്ച്, ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫിലിം സർക്കിളിൽ നിന്നും റേഡിയോസിൽ നിന്നൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സോങ് അതാണ്. പിന്നെ അതുപോലെ തന്നെ കൽക്കിയിലെ വിടവാങ്ങി യാത്ര എന്ന് പറഞ്ഞ KPSC ഒരു സോങ് ഉണ്ട്. ബട്ട് ദോസ് സോങ്സ് ഡിഡ്ന്റ് റീച്ച് ദാറ്റ് വെൽ. ബട്ട് അതാ ഞാൻ പറഞ്ഞത്. ബട്ട് ഐ ഫീൽ ലൈക്ക് ഐ എം പ്രൗഡ് ഓഫ് ദോസ് സോങ്സ്, യുനോ. ദോസ് ആർ ദോസ് ഫ്യൂ ജെംസ് ഐ ലൈക്ക്. പക്ഷെ മേജർലി റീച്ച് ആയ പാട്ടുകൾ ദേ ആർ ഡെസ്റ്റിൻഡ് ടു റീച്ച്. ഞാൻ ഒരിക്കലും കരുതിയില്ല അയ്യപ്പനും കോശിയില കലക്കാത്ത നഞ്ചമ്മയുടെ സോങ്, ഐ ഡിഡ്ന്റ് തിങ്ക് ഇറ്റ് ഇത്രയും വൈറാലിറ്റി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊരു പ്രൊമോ സോങ് ഉണ്ടാക്കിയത് ആക്ച്വലി. ബിക്കോസ് ഐ ഫെൽറ്റ് അയ്യപ്പനും കോശിയുടെ പാട്ടുകളൊക്കെ വളരെ സിറ്റുവേഷനിലായി പോയി. അപ്പോൾ ഇതിനകത്തൊരു ഓഡിയൻസിനെ ഒന്ന് ഇളക്കാനൊരു സോങ് വേണമെന്ന് കരുതിയിട്ടാണ് രാജുവിനെയും ബിജുവേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിച്ചത്. ബട്ട് luckily for us, Nanjamma song really took off, you know. അപ്പോൾ അങ്ങനത്തെ ലക്കി ആക്സിഡൻസ് ഉണ്ടാവാറുണ്ട്. Did you know that you were capable of making a song like that before that? I wanted to explore ആ വോയിസും കുറച്ച് ഏർലി ഓർക്കസ്ട്രേഷൻ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. I found that very very ingenious, ഭയങ്കര പുതുതായിട്ട് തോന്നി. അത് തന്നെയാണ് ഞാൻ സ്കോറിലും ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ അത് വൈറലാകാൻ വേണ്ടി അല്ലായിരുന്നു, ആ സിനിമയ്ക്ക് ഒരു കൾച്ചർ കൊടുക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ but luckily people got hold of it. Now see a lot of folk related songs are coming after that എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. But so many of your themes, like I love the Ranam theme, I love the Porunju Mariyam theme, then of course the Ishq theme. Are there any stories that you can tell us about the process of making these themes? Porunju's theme, I wanted a Wild West സ്വഭാവം for it. I mostly Porunju's ക്യാരക്ടർ ജോഷി സാർ എന്ന എൻ്റെ ചൈൽഡ്ഹുഡ് മാസ് ഡയറക്ടറിൻ്റെ ഒരു ട്രിബ്യൂട്ടാണ് അത്. ജോഷി സാറിൻ്റെ ഒരു ബാഡാസ് ഇമേജ് ഉണ്ടല്ലോ, അതായിരുന്നു ഞാൻ പൊറിഞ്ചുവിൽ എക്സ്പ്ലോർ ചെയ്തത്. ഐ വാണ്ടഡ് ടു സൗണ്ട് വെരി വെസ്റ്റേൺ, ബട്ട് ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് ഈ നമ്മുടെ പള്ളിയിലെ റിതം എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അതിനെ എങ്ങനെ ബിഗ് ആക്കാം എന്നുള്ള ഒരു തിങ്കിങ് ആണ്. അതാണ് എൻ്റെ തിങ്കിങ്. ഓക്കെ, ഇറ്റ് ഹാസ് ടു ഹാവ് ഒരു വൈൽഡ് വെസ്റ്റ് സ്പെഗറ്റി വെസ്റ്റേൺ സ്വഭാവം വേണം, ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഏർതി. പക്ഷേ ഇഷ്കിൽ ഫോർ ദാറ്റ് മാറ്റർ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഫിലിം ഇസ് എ ലവ് സ്റ്റോറി, പ്യോർ ലവ് സ്റ്റോറി, സിമ്പിൾ പിയാനോ ഹമ്മിങ് സോഫ്റ്റ് ഓർക്കസ്ട്രേഷൻ. പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാണ് ഒരു ഷിഫ്റ്റ് വരുന്നത്. ദ ക്യാരക്ടർ ടേക്സ് ഭയങ്കരം അയാളുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റും പിന്നെ ആ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ ത്രില്ലർ ആൻഡ് ഇറ്റ് ഹസ് ഗോട്ട് ഒരു ചെറിയ മാസഭാവങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഷിഫ്റ്റാണ് അതിൽ ഫോളോ ചെയ്തത്. രണം ഇറ്റ്സ് മോസ്റ്റ്ലി
ആ രണത്തിൻ്റെ ആ ട്യൂൺ കിട്ടിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സി ഐ ഹാവ് ദിസ് ഹാബിറ്റ് ഓഫ് മേക്കിംഗ് ട്യൂൺസ് ഔട്ട് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ സോങ്, ടൈറ്റിൽ ഓഫ് ദ ഫിലിം. രണം ഇസ് tara, right? So I thought tara tara tara, like it's, I got the tune from the name nanam adil ore ranam, like tara 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 tara. From there, that two notes made up the entire theme of the film. Even Purunji Mariam also, if you think dun 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 dun, it's like Purunji Mariam Jos, you know, everything of it. Adu paadiya palipayikkum, but that's how it came, you know. But I don't want എനിക്ക് ഈ പേരുകൾ പടത്തിൻ്റെ എനിക്കത് അത്ര ഇഷ്ടമില്ല. എസ്പെഷ്യലി ഒരു പടം വരുമ്പോൾ അതിൻ്റെ ട്രെയിലറിലൊക്കെ പടത്തിൻ്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നത്. ഐ പ്രിഫർ അതിനെ മ്യൂസിക്കലി എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അത് കുറേ കമ്പോസേഴ്സ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് കേട്ടോ. ലൈക്ക് ആ സിനോണിം അല്ല അതിൻ്റെ ഫോണിക്സ് വെച്ചിട്ട് യു മേക്ക് ഇറ്റ് മ്യൂസിക്കൽ. അങ്ങനെയാണ് രണമൊക്കെ ഉണ്ടായത് തീം. Finally, tell me your favorite themes from movies that are not yours. The kind of themes that inspired you, themes that you go back to kind of, you mentioned Braveheart. Adupole like Killer the kind of themes. Then one of In my Malayalam? recent all-time favorite is probably Sicario. Entire vibe of that movie. All of Joan Johansson's work, I'm an ardent fan. Pinna, I like what Ludwig is doing right now. See, everybody is trying to do something new. ഇപ്പം ഈ ടെനറ്റിലൊക്കെ അദ്ദേഹം ഈ പോളിറിതമും പോളിറിതംസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഡിഫറെൻറ്റ് റിതമിക് ടൈം സിഗ്നേച്ചേഴ്സ് ഇൻ എ ബീറ്റ്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഐ ഫെൽറ്റ്. ആൻഡ് പോളിറിതം, പോളിമീറ്റർ. പിന്നെ ഐ ലൈക്ക് വാട്ട് Trent Reznor അവരൊക്കെ. Trent Reznor all time favorite. Social Network ഒക്കെ. But do you feel it works for other movies, or do you feel it only works for I like what Atticus and Trent does. അവർ ചുമ്മാ കീബോർഡ് പിടിച്ചത് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഐ എം എ ബിഗ് ഫാൻ. ഭയങ്കര സട്ടിലാണ് സംടൈംസ്, ബട്ട് ഐ ലൈക്ക് അവർ ആ സിന്തയിൽ കൊണ്ടുവരുന്ന എലമെൻറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഐ ലൈക്ക് എനിയോ മൊറിക്കോൺസ് ഓൾ ഓഫ് ഹിസ് തീംസ്, എസ്പെഷ്യലി ഫ്രം ദ മിഷൻ. ദ മിഷനിലെ ആ ഒരു ഓബോ തീം ഒരു കോറായിട്ട് എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഓബോസ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു അത്ര ഒരു സോളുണ്ട്. മലയാളത്തിൽ ജോൺസൺ മാഷിൻ്റെ ഐ തിങ്ക് ഈസ് എ പൈനിയർ. നമ്മളിപ്പോൾ ചെയ്യാൻ കഴിയുന്ന അതൊക്കെ അദ്ദേഹം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. താഴ്വാരത്തിൽ ഒരു വെസ്റ്റേൺ, ഈ സ്പെഗറ്റി വെസ്റ്റേൺ എന്നൊക്കെ പറയുന്ന അദ്ദേഹം പുല്ല് പോലെ അന്ന് ചെയ്തതാണ്. പിന്നെ തൂവാനത്തുമ്പിയുള്ള ദാറ്റ് സ്കോർ ഐ ലൈക്ക്. പിന്നെ ഐ ലൈക്ക് സം ഓഫ് മോഹൻ സിതാരസ് വർക്ക്. റീസെൻറ്റ് ഫേവറേറ്റ് വർക്ക് എനിക്ക് ബ്ലാക്കിലെ സ്കോർ ഇഷ്ടമാണ്. അമിതാഭ് ബച്ചൻ്റെ the old Sanjay Leela Bansali. I like that score. I liked recent most of scores of Sandoshinde. Sandosh is always trying to do something new. So പുള്ളിയുടെ കാരണം കണ്ടന്റിന് വേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. So if I were to ask you to compose like a a song right now, what would you say? Compose right now, what kind of song? The weirdest situation possible, like a love story between robots or something like that. What would you say? അതിപ്പോ കുറച്ച് പാടായിരിക്കും. So what is the instrument that comes to your mind? Robots ആണ് 8 bits synth, എന്തെങ്കിലും synth ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. അത് പിന്നെ വോക്ക് ഓർഡർ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യാം. അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. ലൈക്ക് യു നോ ദീസ് വോക്ക് ഓർഡേഴ്സ് ഹാവ് ദാറ്റ് and then you have these arpeggios, you know, and then you keep looping that, and then you know Vangelis in the tones. I'll add some of those synth brass, So your mind works like that the second you get an idea. Because robots എന്ന് പറയുമ്പോൾ synth instruments, synth arpeggios, എന്തെങ്കിലും synth brass ഒക്കെ വെച്ചിട്ടുള്ള മാസി റോബോട്ട് ആണെങ്കിൽ സിന്ത് ബ്രാസ്, സങ്കടപ്പെട്ട റോബോട്ട് ആണെങ്കിൽ വോക്കോട്ടിൽ ഒരു ചെറിയ മെലഡി, സങ്കടമുള്ള ലോക്കൽ റോബോട്ട് ആണെങ്കിൽ Okay, Jakes, thanks so much. Had such a fun time talking to you. Such an interesting conversation. Thank you. I'm looking forward to all your films, and I'm huge fan of your songs. Thanks man. Same here. I like big fan of FC and the kind of shift that you guys brought to film criticism. Good job. It's a pleasure talking to you.